ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോളിഡ് സ്റ്റേറ്റിലെ പെറോസ്കേറ്റ് സ്ട്രക്ചർ എന്ന ഏരിയയാണ്. സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ പല സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. NaCl സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സിങ്ക് സൾഫൈഡ്, അങ്ങനെ പല സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാണ്ട് പോകുന്നത് പെറോസ്കേറ്റ് എന്ന സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ കാൽഷ്യം ടൈറ്റനേറ്റിൻ്റെതാണ്, അഥവാ CaTiO3 സ്ട്രക്ചറാണ് ആക്ച്വലി പെറോസ്കേറ്റ് സ്ട്രക്ചറായിട്ട് പറയുന്നത്. ഇൻ ജനറൽ നമ്മൾ അതിനെ AbX3 എന്നും പറയാറുണ്ട്. AbX3. ഓക്കെ, യൂഷ്വലി സംഭവിക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ക്ലിയർ ആകും. കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 പോസിറ്റീവ് ആണ് അല്ലേ. അതുപോലെ ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 4 പോസിറ്റീവ് ആണ്. അതുപോലെ ഓക്സൈഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 മൈനസ് ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഇഫ് യു ഹാവ് 3 ഓക്സൈഡ്സ് അയോൺസ് ടോട്ടൽ 6 നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ഒരു 6 പോസിറ്റീവ് ചാർജും വരും. ഇതാണ് യൂഷ്വലി കാൽഷ്യം ടൈറ്റനേറ്റിൻ്റെ ഒരു കെമിക്കൽ ഫോർമുല ആയിട്ട് വരുന്നതും. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ചാർജിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. സിമിലർലി ആണ് AbX3 എന്നൊരു കേസും വരുന്നത്. അത് ഓക്സിജൻ ആണ് ജനറലി സംഭവിക്കുക. ഇനി അതിന് പകരം എക്സും വരാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചില ഫ്ലൂറൈഡ്സിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് AbF3 ഫോർമാറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 3 മൈനസ് നെഗറ്റീവ് ചാർജ് വരും. അതിനെ ബാലൻസ് ചെയ്യാൻ 3 പോസിറ്റീവ് ചാർജ് വരേണ്ട സിറ്റുവേഷനിൽ A എന്നുള്ളത് +1 ചാർജ് വരും, B എന്നുള്ളത് +2 ചാർജും വരും. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ജനറൽ ഈസ് ദാറ്റ് എക്സ് അഥവാ ഓക്സിജൻ വാട്ടെവർ അതൊരു കോമൺ ആനിയോൺ ആണ്. അതിൻ്റെ ചാർജ് 1 - 2 - ആണ് നമ്മൾ യൂഷ്വലി കാണുന്നത്. ദെൻ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയും ബിയും എന്ന 2 കാറ്റയോൺസ് വരുന്നത്. അതിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എയ്ക്കുമായിരിക്കും. അത് നമ്മൾ കോമൺലി പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് നമ്മളുടെ കാൽഷ്യം ടൈറ്റനേറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്വിക്ക്ലി കാൽഷ്യം ടൈറ്റനേറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് വേഗത്തിൽ നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ കാൽഷ്യം ടൈറ്റനേറ്റിൻ്റെ സ്ട്രക്ചർ അഥവാ നിങ്ങളുടെ പെറോസ്കേറ്റ് സ്ട്രക്ചറിന് എക്സാമ്പിളായിട്ട് കാണിക്കുന്ന ഒരു സ്ട്രക്ചർ തന്നെ ഇതാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ ക്ലിയർ ആകും. ഇവിടെ നമുക്ക് ഒരു കാൽഷ്യം ഉണ്ടാകണം, അതുപോലെ ഒരു ടൈറ്റാനിയം ഉണ്ടാകണം, ആൻഡ് ദെൻ 3 ഓക്സിജൻസും ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് നിങ്ങൾ കാണുന്നത്. കാൽഷ്യം എന്നുള്ളത് എല്ലാ കോർണേഴ്സും ഒക്കുപ്പൈ ചെയ്യും. വി നോ ദാറ്റ് ദ കോൺട്രിബ്യൂഷൻ ഇസ് 1/8 ഫോർ എ കോർണർ ആറ്റം. Likewise, if you are having 8 corner atoms, it contributes towards a total of 1 atom. ഓക്കെ, ഒരു കാൽഷ്യം ആറ്റം നിങ്ങൾക്ക് എല്ലാ കോർണേഴ്സിൽ നിന്നായിക്കൊണ്ട് ലഭിച്ചു. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ടൈറ്റാനിയം പാടുള്ളൂ. ആ ഒരു ടൈറ്റാനിയം എന്നുള്ളത് നിങ്ങളുടെ ഒരു ബോഡി സെൻറ്ററിലാണ് ഒക്കുപ്പൈ ചെയ്യുക. ഓക്കെ, 1 × 1 എന്ന രീതിയിലാണ് ബോഡി സെൻറ്ററിൽ നിങ്ങൾക്ക് ടൈറ്റാനിയത്തിലേക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ ഏറ്റവും ലാസ്റ്റിലാണ് ഓക്സിജൻ്റെ കേസ് പറയാം. നമുക്ക് 3 ഓക്സിജൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 ഓക്സിജൻസ് എങ്ങനെയാണ് കിട്ടുന്നുണ്ടാവുക? FCCയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ ഫേസ് സെൻറ്റേഴ്സിലും അല്ലേ, ടോട്ടൽ 6 ഫേസ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ 1/2 കോൺട്രിബ്യൂഷൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 3 ആറ്റംസിനെ കിട്ടും. Likewise, you can see that the structure of calcium titanate is generally, or it is usually represented as the calcium atoms occupying all the corner positions, the titanium atom occupying the body center position, and the oxide ion occupying the face center positions. Okay, this is one sort of representation, or this is one arrangement in which we represent calcium titanate, or in general the perovskite structure. But നമുക്ക് രണ്ടാമതൊരു രീതിയിൽ കൂടെ ഇതിനെ കാണാനായിട്ട് കഴിയും. നിങ്ങൾ ഇപ്പോൾ കണ്ട ബോഡി സെൻറ്റർ, കോർണേഴ്സ്, ഫേസ് സെൻറ്റർ എന്ന് കണ്ടതുപോലെ തന്നെ ഒരു അറേഞ്ച്മെൻറ്റോടെ കാണാൻ കഴിയും. ഇവിടുത്തെ വ്യത്യാസം ഇതാണ്, നിങ്ങളുടെ കാൽഷ്യം 2+, തൊട്ട് മുന്നേ കാൽഷ്യം 2+ എവിടെയായിരുന്നു? കോർണേഴ്സിലായിരുന്നു. ഇത് പ്രകാരം കാൽഷ്യം 2+ നിങ്ങളുടെ ബോഡി സെൻറ്റർ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്യും. ഓക്കെ, ആൻഡ് ഇത് കൂടാതെ നിങ്ങൾ സ്ട്രക്ചർ നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? നമ്മുടെ ടൈറ്റാനിയം 4+ അല്ലേ, ടൈറ്റാനിയം 4+ എന്ത് ചെയ്യും? എല്ലാ കോർണേഴ്സും ഒക്കുപ്പൈ ചെയ്യും. ഇവിടെ പ്രശ്നമില്ല, കാരണം ബോഡി സെൻറ്ററിലാണെങ്കിലും കോർണറിലാണെന്നുണ്ടെങ്കിലും 1 ആണ് കൗണ്ട് വരുന്നത്. 2 സ്ട്രക്ചേഴ്സിലും നമുക്ക് അവരുടെ പൊസിഷൻസ് പ്രശ്നമില്ല. ബട്ട് ഞാൻ കാൽഷ്യത്തിൻ്റെ ബോഡി സെൻറ്ററിലും ടൈറ്റാനിയത്തിൻ്റെ കോർണേഴ്സിലാണ് വെക്കുന്നതെങ്കിൽ ഓക്സൈഡിൻ്റെ പൊസിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും എഡ്ജ് സെൻറ്റേഴ്സ് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. എന്താ പറയുന്നത്? ടൈറ്റാനിയം, കാൽഷ്യത്തിനെ നിങ്ങൾ കോർണേഴ്സിലും ടൈറ്റാനിയത്തിനെ നിങ്ങൾ ബോഡി സെൻറ്ററിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സൈഡ് അയോൺസ് വരുന്ന പൊസിഷനാണ് നിങ്ങളുടെ ഫേസ് സെൻറ്റർ ലൊക്കേഷൻസ്. ബട്ട് നിങ്ങൾ നേരെ തിരിക്കുകയാണ്, കാൽഷ്യത്തിൻ്റെ ബോഡി സെൻറ്ററിലും ടൈറ്റാനിയത്തിൻ്റെ കോർണേഴ്സിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സൈഡ് അയോൺസ് നിർബന്ധമായിട്ടും എഡ്ജ് സെൻറ്റേഴ്സ് ഒക്കുപ്പൈ ചെയ്യണം. അപ്പോൾ നല്ല ചോക്ക്, ഒരു ക്യൂബിന് ടോട്ടൽ എത്ര എഡ്ജസ് ഉണ്ട്? നമുക്കറിയാം 4, 4, 4 അല്ലേ. ടോട്ടൽ 12 എഡ്ജ് സെൻറ്റേഴ്സ് ആണ് നിങ്ങളുടെ ഒരു ക്യൂബിനുണ്ടാവും. 12 എഡ്ജസ് ഉണ്ട്. ഒരു എഡ്ജ് സെൻറ്റർ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം, അത് 1/4 ആണ്. 12 എഡ്ജ് സെൻറ്റേഴ്സിലായിട്ട് 1/4 കോൺട്രിബ്യൂഷനിലായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ്? ടോട്ടൽ 3 ആനിയോൺസ് അല്ലെങ്കിൽ 3 ആറ്റംസ് ആണ് കിട്ടുന്നത്. ഈ 2 തരത്തിൽ നമ്മൾ പെറോസ്കേറ്റ് സ്ട്രക്ചറിനെ ജനറലി റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്.
സോ ഈ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് കഴിയും. സോ നിങ്ങൾക്ക് ഇതിനെ ജനറലൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു യൂഷ്വലി വലിയ അയോണെ ബി എന്നും ചെറുതിനെ നമ്മൾ എ എന്നുമാണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ചെറുത് എ ആണല്ലോ, സോ എ കോർണറിലും ബി ആറ്റംസ് ബോഡി സെൻറ്ററിലും ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ് ആറ്റംസ് എവിടെ ആയിരിക്കണം? ഫേസ് സെൻറ്റർ പൊസിഷനിലായിരിക്കണം. ഇനി അതല്ലെങ്കിലോ വീണ്ടും എങ്ങനെ? എയിനെ നിങ്ങൾ എയിനെ നിങ്ങൾ ബോഡി സെൻട്രൽ പൊസിഷനിൽ വെക്കുന്നു, ബീനെ നിങ്ങൾ കോർണേഴ്സിൽ വെക്കുന്നു. നോക്കിയേ, നേരത്തെ തിരിച്ചായിരുന്നില്ലേ? നേരത്തെ നമ്മൾ എയിനെ കോർണേഴ്സിലും ബീനെ ബോഡി സെൻറ്ററിലും വെച്ചു. ഇപ്പോൾ എയിനെ ബോഡി സെൻറ്ററിലും ബീനെ കോർണേഴ്സിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ് ആറ്റംസ് പോകേണ്ടുന്ന പൊസിഷൻ എഡ്ജ് സെൻറ്റർ പൊസിഷനാണ്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെറോസ്കേറ്റ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെറ്റിലും ഗേറ്റിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.